ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഇർഷിദാസ് മെറ്റ്ഫോളിയോ. നിങ്ങളിൽ പലരും ഈ ഒരു വീഡിയോ ഓപ്പൺ ചെയ്തത് തന്നെ വർക്ക് ഫ്രം ഹോം എന്ന തമ്പനെയിൽ കണ്ടിട്ടാവും അല്ലേ? ഇങ്ങനെ നിരവധി പോസ്റ്റുകൾ നിങ്ങൾ ഡെയിലി സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണെങ്കിൽ വാട്സപ്പ് വഴിയും ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഒരുപാട് പോസ്റ്റേഴ്സ് ഡെയിലി നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. നമ്മൾ ഇന്ന് ഇത്തരം പോസ്റ്ററുകളെല്ലാം സ്കാം ആണെന്നോ അല്ലെങ്കിൽ ഇതിൻ്റെ സത്യാവസ്ഥ തെളിയിക്കാനോ അല്ല വരുന്നത്. നിങ്ങൾ ദിവസേന കാണുന്ന ഇത്തരം പോസ്റ്ററുകൾക്ക് പിന്നിൽ MLP അഥവാ ഏതെങ്കിലും പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനി ആയിരിക്കാം. അതിൻ്റെ പ്രൊമോഷൻ ബേസ്ഡ് പോസ്റ്ററുകളാവാം നിങ്ങൾ കാണുന്നത്. ഇവരെല്ലാം തന്നെ സെയിൽ ചെയ്യുന്ന പ്രോഡക്ട്സുകളെല്ലാം ന്യൂട്രിയൻസ് അല്ലെങ്കിൽ സപ്ലിമെൻറ്റുകൾ, ഫുഡ് സപ്ലിമെൻറ്റുകളൊക്കെ ആയിട്ടാണ്, ഹെൽത്ത് സപ്ലിമെൻറ്റുകളൊക്കെ ആയിട്ടാണ് ഇവർ പ്രോഡക്ട്സുകളെല്ലാം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത്തരം കമ്പനികളെല്ലാം തന്നെ മണി ചെയിൻ പോലെ പ്രവർത്തിക്കുന്ന കമ്പനികളാണ്. നിങ്ങൾ ആളുകളെ ആഡ് ഓൺ ചെയ്യുന്നത് മൂലം നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നു, അടുത്ത ആളുകളെ നിങ്ങൾ ആഡ് ചെയ്യുന്നു, അവർ പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കമ്മീഷൻ ലഭിക്കുന്നു. ഇത്തരം ബേസിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്പനികളാണ്. ഇതൊന്നും ഇവർ ഈ പ്രൊമോഷനിൽ നിങ്ങളെ അറിയിക്കുന്നില്ല. നിങ്ങളെ അവർ ഏറ്റവും നല്ല രീതിയിൽ ക്യാൻവാസ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ ഏറ്റവും പ്രോപ്പറായ രീതിയിൽ അതിനെ പാകപ്പെടുത്തിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യണം എന്ന് അവർ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്. ഇത് ഒരു നല്ല ബിസിനസ് ട്രിക്ക് തന്നെയാണ്. നിങ്ങൾ ഇതിലിറങ്ങി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു മാർഗം തന്നെയായിരിക്കാം. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇവർ ഈ ചെയ്യുന്ന പ്രോഡക്ട്സുകളെല്ലാം ഡെയിലി ലൈഫിൽ നിങ്ങൾക്ക് ഉപകരിക്കുന്ന പ്രോഡക്ട്സുകൾ എന്ന് പറഞ്ഞിട്ട് അവർ ഒരുപാട് വൈറ്റമിൻ പോലെയുള്ള സപ്ലിമെൻസുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്തരം സപ്ലിമെൻസുകൾ ഡെയിലി കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റുകൾ ഉണ്ടായെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ചായ കുടിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്നൊരു എനർജി ബൂസ്റ്റിംഗ് ആണല്ലേ? ചിലപ്പോൾ എന്ത് കഴിച്ചാലും അതിൻ്റെ ഒരു പ്ലാസിബോ ഇഫക്റ്റ് കാരണം നമുക്കൊരു എനർജി കിട്ടിയതായിട്ടെല്ലാം തോന്നിയേക്കാം. ഇത്തരത്തിൽ നമ്മൾ ഈ പ്രോഡക്ട്സുകൾ ഉപയോഗിക്കുകയും നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇത്തരം പ്രോഡക്ട്സുകൾ ഡെയിലി ഉപയോഗിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഇത്തരത്തിൽ സപ്ലിമെൻസുകളെല്ലാം ഡെയിലി ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഒരു കുഴപ്പമില്ലേ? സൈഡ് എഫക്ട്സുകൾ എന്തെങ്കിലും ഉണ്ടോ? പ്രത്യക്ഷത്തിൽ പെട്ടെന്ന് തന്നെ നമുക്ക് യാതൊരു സൈഡ് എഫക്ട്സുകളും ഇല്ല, പക്ഷേ നമ്മുടെ ഹെൽത്തിന് ഇത് ഒരുപാട് ഉപകരിക്കുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇത്തരം വൈറ്റമിൻസ് പോലെയുള്ള സപ്ലിമെൻസുകളെല്ലാം തന്നെ ദീർഘകാലം എടുക്കുമ്പോൾ ഇതിൻ്റെ അളവ് നമ്മുടെ ബോഡിയിൽ കൂടിയാലും നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രോഡക്ട്സുകൾ ഉപയോഗിച്ച് തുടങ്ങുകയും ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റുകയും നമ്മളിത് അടുത്ത ആളുകൾക്ക് അഡ്വൈസ് ചെയ്ത് ഇതിങ്ങനെ പോകുമ്പോൾ ഒരു മനുഷ്യരാശി മൊത്തം ഒരു കമ്പനിയുടെ പ്രോഡക്ട്സുകൾക്ക് അടിമപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മൾ നോർമലി ഫുഡിലൂടെ നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ആരോഗ്യത്തിന് വേണ്ട എല്ലാം തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇത് ചിലപ്പോഴൊക്കെ ചിലതിൻ്റെ ഡെഫിഷ്യൻസി വരുമ്പോൾ അതൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ഇത് നല്ലതാണ് എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങിയാൽ ഇത് നമ്മുടെ ആരോഗ്യത്തിന് നെഗറ്റീവായിട്ട് തന്നെ ബാധിക്കും. അമേരിക്കയിൽ നടന്ന പഠനങ്ങൾ തെളിയിക്കുന്നത് ഇത്തരത്തിൽ സപ്ലിമെൻറ്റ്സ് എടുക്കുന്ന ആളുകളിൽ മറ്റ് ആളുകളേക്കാൾ 16 മടങ്ങ് ആയുസ് അഥവാ ലൈഫ് സ്പാൻ കുറവായിട്ടാണ് കാണിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇത്തരം ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ആദ്യമേ പ്രോഡക്റ്റ്സ് വാങ്ങാൻ ഉപയോഗിക്കുന്ന ഒരു പൈസ നിങ്ങൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണ്ടിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാം. പക്ഷേ നിങ്ങൾ പ്രോഡക്റ്റ്സ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.